മഴക്കാലമായി കഴിഞ്ഞാൽ കൊതുകിൻ്റെ ശല്യം ഭയങ്കരമാണല്ലേ. മഴക്കാലം തന്നെയല്ല, പ്രത്യേകിച്ച് കൊച്ചിക്കാർക്ക്. അവിടെ നമ്മൾ എറണാകുളം സൈഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കൊതുക് കൊണ്ട് ഒരു രക്ഷയുണ്ടാവില്ല. വീട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വിൻഡോസിനും ഡോറിനും ഒക്കെ മൊത്തം നെറ്റ് അടിച്ച് വെച്ചേക്കായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ വൈക്കം സൈഡും പടിഞ്ഞാറൻ പ്രദേശങ്ങളിലോടും ഒക്കെ തന്നെ നല്ല കൊതുകിൻ്റെ ശല്യമുണ്ട്. അതേപോലെ തന്നെ റബ്ബറുള്ള ഏരിയകളിലേക്കും കൊതുകിൻ്റെ ശല്യം ഉണ്ടാവും. കൊതുക് നമ്മൾ റബ്ബർ ഉള്ളിടത്തെ കൊതുകിനേക്കാൾ കൂടുതൽ ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഓടകളിൽ മുട്ടയിട്ട് വിരിയുന്ന കൊതുകുകളൊക്കെയാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്ന വേറൊന്നുമല്ല, ഈ കൊതുകിനെ തുരത്താനായിട്ട് നമ്മൾ ഓപ്ഷൻ എന്താണെന്ന് നോക്കുക. ഒരു ഗുഡ് നൈറ്റ് മേടിച്ച് വയ്ക്കുക, ഇല്ലെങ്കിൽ കൊതുക് തിരി കത്തിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പണ്ടത്തെയുള്ള നമ്മുടെ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ പുകയിടുമായിരുന്നു, കുന്തിരിക്കൊക്കെ ഇട്ടിട്ട് പുകയിട്ട് അങ്ങനെയൊക്കെ കൊതുകിനെ ഓടിക്കാനുള്ള വഴികളൊക്കെ ചെയ്യുമായിരുന്നു. പണ്ട് പശുത്തൊഴുത്തിലൊക്കെ ആണെങ്കിലും പശുവൊക്കെ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് കൊതുകിൻ്റെ ശല്യം കാരണം കൊതുക് അങ്ങനെയുള്ള പ്രാണികളൊന്നും കടിക്കാതിരിക്കാൻ വേണ്ടി തൊഴുത്തിൻ്റെ സൈഡിലൊക്കെ കൊണ്ട് പുകയിട്ട് കൊടുക്കുമായിരുന്നു. നമ്മുടെ കുഞ്ഞുനാളിലുള്ള ഓർമ്മകളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം റെഡിമെയ്ഡ് വിഷമാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് കൊതുകിനെ കളയാനായിട്ട് ഈ ഒരു ചെടി ഉണ്ടെങ്കിൽ അത് വീട്ടിൽ വാങ്ങിച്ച് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കൊതുക് നമ്മുടെ 7 അയലത്ത് പോലും വരത്തില്ല. അത് ഏത് ചെടിയാണെന്ന് നിങ്ങൾക്കറിയാവോ? നമ്മൾ മാർജോറം എന്ന് പറയും. ആ ചെടിയെക്കുറിച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഡീറ്റെയിൽ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങൾ എന്തായാലും അങ്ങനെ ഒരു ചെടി കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും വീട്ടിൽ വാങ്ങിച്ച് വയ്ക്കുക.